അയ്യപ്പ സംഗമത്തിന് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസയുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം വിജയിക്കട്ടെ എന്ന് യോഗി ആദിത്യനാഥ് സന്ദേശത്തിൽ പറഞ്ഞു. ആർ.ബി. സനൂപ് ചേരുന്നു. സനൂപ്, യോഗി ആദിത്യനാഥിന്റെ ആശംസ, ഒപ്പം തന്നെ അവിടെ നടത്തുന്നത് പോലെ, യു.പിയിൽ നടത്തുന്നത് പോലെ ഒരു സംഗമമാണ് ഉദ്ദേശിക്കുന്നത്, കുംഭമേള പോലെയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കോടതിയിൽ സർക്കാർ പറയുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ വലിയ സപ്പോർട്ട് യു.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതുകൂടിയാണല്ലേ? ധന്യ, 16-ാം തീയതിയാണ് അയ്യപ്പ സംഗമത്തിന് ആശംസ നേർന്നുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി.എൻ. വാസവന് ഈ കത്ത് അയച്ചത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് തന്നെ 20-ാം തീയതിയുള്ള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തിന്റെ പ്രധാന സംരക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺക്ലേവ് വളരെയധികം വിജയം നേടും. അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അതിൽ വിജയിക്കും എന്നുള്ള ഒരു ആശംസയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആയിട്ട് നൽകിയിട്ടുള്ളത്. ഈ ലെറ്റർ, ഈ അയച്ച കത്തിപ്പോ മന്ത്രി വി.എൻ. വാസവൻ ഈ വേദിയിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു നേട്ടമായിട്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും കാണുന്നത്. കാരണം ബി.ജെ.പി. ഭരിക്കുന്ന ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ നേർന്നുകൊണ്ട് കത്തയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഈ പരിപാടിയിലും ഈ കത്ത് വായിച്ചതിലൂടെ സർക്കാരും നേട്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ പരിപാടിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വി.എൻ. വാസവൻ അത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. നേരത്തെ മാധ്യമങ്ങളോടും അത് കാണിച്ചുകൊണ്ട് എന്തോ വലിയ പുരസ്കാരം ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിനെ പോലെ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയുന്നതിൽ പോലും വലിയ പ്രശംസയെ ആ രീതിയിൽ തന്നെ സർക്കാർ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആരും തന്നെ പ്രതിനിധികളായി പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ധന്യ, ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിമാരെ അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. സുരേഷ് ഗോപിയെ തന്നെ നേരിട്ട് പോയി ക്ഷണിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ബി.ജെ.പി എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അവരുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെ എതിർക്കുന്ന നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ സമയത്താണ് ബി.ജെ.പിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രഗലനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ആഗോള അയ്യപ്പ സംഗമത്തിന് ഇത്രയും പ്രശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കത്ത് എഴുതിയത്. അതുകൊണ്ട് ഈ പരിപാടി നടക്കുന്ന ഇപ്പൊ അദ്ദേഹം പ്രസംഗിക്കുന്ന തൊട്ടു മുമ്പ് അടക്കം ഈ കത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടത്തെ സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്നത്. തന്നെയാണ്. ശരി സനു.